ഹലോ എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗൺ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലായിടത്തും കണ്ടിട്ടുള്ള ഒരു സാധനമാണിത്. എളുപ്പത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റിയൊരു ഗ്ലൂ പോലത്തെ ഒരു സാധനം തന്നെയാണ്. ഗണ്ണിൻ്റെ ഷേപ്പിൽ വരുന്നത് മാത്രം. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എങ്ങനെ ഉപയോഗിക്കാം, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ട് ഗ്ലൂവിൻ്റെ ഗൺ. ഇതാണ് നമ്മുടെ ഗ്ലൂ ആയിട്ട് വരുന്ന സ്റ്റിക്ക് 10 രൂപയൊക്കെ തൊട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇതിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇത് ചൂടായിട്ട് ഗ്ലൂ ആയി പുറത്തേക്ക് വരുന്നത്, അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇത് പിന്നെ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഇതിനിങ്ങനെ ഒരു സ്റ്റാൻഡ് തരുന്നുണ്ട്. ഇതൊരു 100 വാട്ടിൻ്റെ ഗണ്ണാണ്. ഇനി അതിൻ്റെ ചെറുത് 40 വാട്ട് വരുന്നുണ്ട്, ഇനി 20 വാട്ട് ഉണ്ട്. അങ്ങനെ പല നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചാണ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോയിൽ ചൂടായി വരുന്നത് കൈ കൊണ്ട് പൊള്ളാണ്ടിരിക്കുക ഒരു റബ്ബറിൻ്റെ ഒരു ക്യാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു സാധനം നമുക്ക് അത്യാവശ്യം വരുന്ന സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ എങ്ങനെ ഒട്ടിക്കാം എന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കറണ്ടിലാണ് വർക്ക് ചെയ്യുക. പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചൂടായിട്ട് ഗ്ലൂ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കിത് പ്ലഗ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗൺ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് പശ വരേണ്ടത് നോക്കി നോക്കാം. അധികം ബലം പിടിച്ച് നമ്മളിത് പ്രസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇതൊരു പിസ്റ്റം പോലെ തന്നെയാണ് ബാക്കിൽ, അത് പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്ലൂ ഇതിൽ നിന്ന് വരുന്നുണ്ട്, കറക്റ്റായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒട്ടിച്ച് കാണിച്ചു തരാം ഞാൻ. ഞാനിതിപ്പോൾ ഞങ്ങളുടെ ടേബിളിൽ വയ്ക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിവിടെ ടേബിളിൽ തന്നെ ഒട്ടിച്ച് വെക്കണം നമുക്ക്. അപ്പോൾ ഈ ഹോട്ട് ഗ്ലൂ ഗൺ എന്തോരം പെർഫെക്റ്റ് ആയിട്ട് ഇതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇത് ഒട്ടിക്കേണ്ട ഭാഗത്ത് പശ ചെറുതായി കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. ഇനി ഇതാ നമ്മുടെ ഒട്ടിക്കേണ്ട സാധനം നമ്മളതിൽ കറക്റ്റായിട്ട് വെച്ചു. 2-3 മിനിറ്റ് കൊണ്ട് അത് ഒട്ടും കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. കണ്ടോ, വളരെ ഈസിയാണ്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ എടുക്കും, വലിയ കുഴപ്പമില്ലാണ്ടത്. നമ്മളത് നമ്മുടെ ടേബിളാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി നടക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അതവിടെ ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചാൽ അതവിടെ അങ്ങനെ കറക്റ്റായിട്ട് ഇനി മാറ്റണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ. ഇതും നമുക്ക് തന്നെ കുറച്ച് കളയാം. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ റബ്ബർ പോലെ തന്നെ വരും, വളരെ ഈസി ആയിട്ട് കിട്ടും. ടേബിളും അതിൻ്റെതായ വ്യത്യാസങ്ങളൊന്നും കാണിക്കില്ല. പിന്നെ അതുമാതിരി ഇത് വയർ ഒട്ടിക്കണമെങ്കിലും സുഖമാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ ഒരു ലൈമാരി കൊടുക്കുക. അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും. പിന്നെ ഇതിൽ ആകെ തോന്നുന്ന ഒരു കംപ്ലൈൻറ്റ് എന്നല്ല, അത് നമ്മളറിയാത്തവർ ഉപയോഗിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ്. ഇതിൽ കൂടെ ഇങ്ങനെ ഗ്ലൂ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, അവിടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിക്ക് ഒരു കുറച്ചത് ബാക്കിലേക്ക് വലിച്ചാൽ പിന്നെ അവിടെ വരില്ല. ഇതിൽ കണ്ടിന്യൂസ്ലി ചൂടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ തെർമോസ്റ്റാറ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ കട്ടാവേണ്ടതാണ്. കട്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വേസ്റ്റായി പോയിട്ടിരിക്കാൻ കുറച്ച് പിന്നിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കാര്യം അടിപൊളിയാണ്. ഒട്ടിക്കാനും എന്ത് സാധനവും നമുക്ക് എളുപ്പത്തിൽ ഒട്ടിക്കാവുന്നതാണ്. എന്ത് സാധനം വേണമെങ്കിൽ അതുകൊണ്ട് ഒട്ടിക്കാം. അത്യാവശ്യം ഇപ്പോൾ വയറുകൾ നനയണ ഭാഗമാണെങ്കിൽ അവിടെ ഗ്ലൂ അടിച്ചു കൊടുത്താലും അത് ഇൻസുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഗ്ലൂ അടിച്ചിട്ട് ഒന്ന് ഇൻസുലേറ്റ് ചെയ്താലും നല്ലതാണ്. അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് സുഖമായിട്ട് ഒട്ടിക്കാവുന്ന ഒരു സാധനം. വളരെ എളുപ്പമാണ്. ഈ സ്റ്റിക്ക് മാത്രം നമുക്ക് മേടിക്കണ്ടോ, 10 രൂപയ്ക്കുള്ളിലാണ് വരുന്നത്. ഗണ്ണിന് വിലയില്ല. ഗണ്ണിന് ഒരു 500 രൂപയ്ക്കുള്ളിൽ വില വരുന്നുണ്ട്. അത് വാട്ട് അനുസരിച്ചിട്ടാണ് അതിൻ്റെ വില വരുന്നത്. ഓരോന്നിനും ഓരോ വാട്ട് കുറയുന്നതും വിലയും കുറയും, അങ്ങനെയാണ് വരുന്നത്. വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ്. ഞാനിപ്പോൾ ഒരു 4 കൊല്ലത്തോളമായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കപ്പോൾ ഇനി ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ ഭാഗങ്ങളുള്ളതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പവർ കണക്ട് ചെയ്തില്ലാന്നു, പവർ ഡിസ്കണക്ട് ചെയ്തില്ല. ചെറിയൊരു ചൂടുണ്ട്. നമ്മൾ സ്ക്രൂ ഒക്കെ അഴിച്ച് വരുമ്പോഴേക്കും ചൂടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സൈഡിലത്തെ കവർ അഴിച്ചെടുത്തു.
ഇതിലിത് ആകെ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് ആകെ വരുന്നുള്ളൂ. അവിടെ ഒരു കോയിലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിലേക്ക് ഇത് നമ്മൾ പവർ കൊടുക്കുന്നു. ഇവിടെ ഒരു പിസ്റ്റൺ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതാണ് നമ്മൾ പ്രസ് ചെയ്യണ ഭാഗം. ഇതാ ഇങ്ങനെ ആക്കുമ്പോൾ ഈ സ്റ്റിക്കിന് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കും. അതിന് ഇവിടെ ഒരു റിവേഴ്സിലേക്ക് ഇത് തിരിച്ചു വരാൻ വേണ്ടി ഇവരൊരു സ്പ്രിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൻ്റെ ഉള്ളിലാകെ ചെറിയൊരു കാര്യമുള്ളൂ. അതായത് കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഈ കോയിൽ പോവാം. പിന്നെയുള്ളത് ഈ ഒരു ഭാഗമുണ്ട്, ഈ സ്പ്രിങ്ങിൻ്റെ ഇവിടെ നിന്ന് ലോഡായി നിൽക്കുന്ന ഈ ഒരു സാധനമാണ്. ചൂടാവാണ്ട് നമ്മളിത് പ്രസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഹീറ്റ് ആവാത്ത കാരണം നമ്മുടെ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂല. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇവിടെ പൊട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോയിൽ മേടിക്കാൻ കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ നിൽക്കും, അതായത് അധികം കംപ്ലൈൻറ്റ് വരാത്തൊരു സാധനമാണ്. 4 കൊല്ലത്തോളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ഇടയ്ക്ക് കേബിള് ഇങ്ങനെ ഗ്ലൂ ഗണ്ണിൻ്റെ തുമ്പൊക്കെ കൊണ്ടിട്ട് ചൂടാവാറുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വയർ മാറ്റും. അങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ ഒഴിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും വരാറില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്ത് സാധനം വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാം. കൈ കൊള്ളലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത് അവളെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇടിച്ച് പറിച്ച് കളയാവുന്ന സിമ്പിളായിട്ട്. ഇതിങ്ങനെ റബ്ബർ പോലുള്ള ഒരു സാധനമാണ്. എന്നാൽ ബലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബലമുണ്ട്, അത്രയും ബലമില്ല. അതുപോലത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മൾ അഴിച്ച് ഇത് കാണിക്കാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഇതിന് ഗ്ലൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ ഇത് പൊട്ടണ കാര്യം, അതുകൊണ്ടാണ് ഞാനിതൊന്ന് അഴിച്ച് കാണിച്ചിരുന്നത്. അത് എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേറെ കാര്യങ്ങളൊന്നും ഇതിങ്ങനെ ബാക്കിലേക്ക് ആക്കൽ തന്നെയുള്ളൂ. ഉള്ളിൽ ഇങ്ങനെ പ്രസ് ചെയ്യണത് ഇപ്പോൾ ഇത് ഞെക്കാൻ പറ്റില്ല. കണ്ട പിസ്റ്റനുള്ളിലേ പോയില്ല, ചൂടില്ലാത്ത കാരണമാണ്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് അത് പൊട്ടണത്. അപ്പോൾ അത് രണ്ടും അറിയാനും നിങ്ങൾക്കത് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഞാൻ അഴിച്ച് കാണിച്ചു തന്നത്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയും ലൈഫ് കിട്ടും. അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു കാര്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.